അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാണ് ആവശ്യം. കേസ് CBIക്ക് വിടുന്നതും ആലോചിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. സുനിഷയിൽ വിവരങ്ങളുമായ സുനിഷ, മുഖ്യമന്ത്രിയെ കണ്ട് കൊടിക്കുന്നിൽ നിവേദനമായിട്ട് ഇക്കാര്യം പറയുകയാണ്. എന്താണ് അദ്ദേഹം വിശദമായി ഇതിനോട് പ്രതികരിക്കുന്നത്? സ്മൃതി, പ്രധാനമായും കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നൊരു ആവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ നടന്ന സംഭവത്തിൽ പോലീസും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും ഫലപ്രദമായ അന്വേഷണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന ഗുരുതര ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ആരോപണ വിധേയരായ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലെല്ലാം ജാഗ്രതയും ആത്മാർത്ഥതയും അന്വേഷണ ഏജൻസികൾ കാണിച്ചില്ല എന്നൊരു ആശങ്ക കൂടി സമൂഹത്തിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിനായി അഴിമതിരഹിതരും കാര്യക്ഷമരുമായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ SIT രൂപീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രധാനമായും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ കേസ് CBI അന്വേഷണത്തിന് വിടുകയോ ചെയ്യണമെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രിയോട് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ പൂർണ്ണമായും UDF സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ജാതി വിവേചനത്തിനും മാനസിക പീഡനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നത് കൂടി അദ്ദേഹം പറയുന്നു. കേരളം ചർച്ച ചെയ്ത കേസ് കൂടിയാണ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണം. അതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് കൊടിക്കുന്നിൽ സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്നത്.